സ്വന്തം പറമ്പിൽ ഒളിഞ്ഞു നോക്കേണ്ട ഒരുത്തന്റെ അവസ്ഥ. ആരെല്ലാം കൂടെ വരുമ്പോ ഈ പച്ച ഗേറ്റ് അടച്ചിട്ടേക്കണം എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തൊരു പറയും. പെട്ടെന്ന് നടക്ക പിള്ളേരെ വെയില്. എന്തത് നിങ്ങൾ എത്ര നേരം ഒന്നും പറഞ്ഞോട്ടോ അവിടെ അമ്പലത്തിൽ നിന്ന് തൊഴും. ഇങ്ങനെ തൊഴുത് കഴിഞ്ഞാൽ ദൈവം കൂടെ ഇറങ്ങി വരുമല്ലേ? എടാ കള്ള, നീ ഞങ്ങൾ അമ്പലത്തിന് മുമ്പ് വരെ ആക്കിയിട്ട് നീ അങ്ങോട്ടാ മുങ്ങിയത്? ഞാൻ ഇവിടെ പതാക ഉയർത്തലിന് പോയത്. പിന്നെ ഈ റെസിഡൻസ് അസോസിയേഷനിലെ പതാക നീയാണല്ലോ ഉയർത്തുക ഇവിടെ? അത് ഉയർത്താൻ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഫാൻസ് പിള്ളേർ എന്റെ അടുത്ത് പറഞ്ഞ് കേശു ചേട്ടൻ ഉയർത്ത്, കേശു ഉയർത്ത്, നീ ഉയർത്തിയാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞ പാവം പ്രസിഡന്റിന് വെറുതെ സങ്കടവും, പുള്ളി ഉയർത്തിക്കോട്ടെന്ന് പറഞ്ഞു. കേശുവേ, ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്, അല്ലാതെ തള്ളൽ ദിനം അല്ല. അല്ല, നീ എന്തിനാ ഈ ഗേറ്റ് അടച്ചിട്ടേക്കുന്നേ? ഈ ഗേറ്റോ? നമ്മളിപ്പോ പോവല്ലേ കണേന്റി, പിന്നെ എന്തിനാ ഈ ഗേറ്റ് അടച്ചിടുന്നല്ലേ നല്ലത്? നമുക്ക് ലാഭമല്ലേ? പോവാം, സമയമില്ല, പോവാം. നമ്മളെവിടെ പോന്നു? ഇന്ന് സ്വാതന്ത്ര്യദിനമല്ലേ, നമുക്ക് എങ്ങോട്ടെങ്കിലും പറക്കാം. എങ്ങോട്ടെങ്കിലും പോവാന്നോ? ഗേറ്റ് തുറന്നാണ്, കൊറേ പണിയുണ്ട്. ഗേറ്റ് തുടല്ലേ? അല്ല, നിനക്ക് എന്തിനു പണിയുന്നു? എനിക്ക് പ്രൊജക്ട് ചെയ്യാനുണ്ടടാ. പ്രൊജക്ട്? അത് ചെയ്തിട്ട് നമുക്ക് പോവാം. ശിവ, ഒന്നുമില്ല, നീ ഒന്നും ആലോചിക്കണ്ട. ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് നമ്മളെല്ലാരും പോയി അടിച്ചു വിളിച്ചിട്ട് വരുന്നു. ഇന്ന് ഒരു ബിസി ഇല്ല, ഒരു പരിപാടിയില്ല. ഓക്കെ, അത്ര തന്നെ. പോവാം. അങ്ക പാര്, മെർലിൻ വരാങ്ക. എവിടെത് എങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് പറഞ്ഞു? ഞാൻ ഇത് ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഒന്നും മിണ്ടണ്ട, നീ മനസ്സിലായി ഞങ്ങക്ക്. ഇതെന്റെ പ്ലാൻ ഒന്നും അല്ലെന്ന്. നിങ്ങളെന്തെല്ലാരും ഗേറ്റ് ഒക്കെ പൊട്ടി പുറത്തേക്കുന്നേ? എവിടെയെങ്കിലും പോവാ? നിങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തു പോകാൻ പ്ലാൻ ചെയ്തിരിക്കല്ലേ? ഇവന്റെ കൂടെയാ? ബെസ്റ്റ്. അല്ല, സംഭവം എന്താ പറ? സംഭവം ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ, അതാണ് സംഭവം. ഓ, സ്വാതന്ത്ര്യദിനായിട്ട് നിങ്ങൾ എല്ലാരും പുറത്തു പോകാൻ പ്ലാൻ ചെയ്തേക്കാം അല്ലേ? ഞാൻ വന്ന ബുദ്ധിമുട്ടായോ? അയ്യോ, എന്നെ ബുദ്ധിമുട്ട്. നീ വെറുതെ എങ്ങൾക്കെല്ലാം സന്തോഷം തന്നെ. എടാ, ഗേറ്റ് തുറക്കും. നിന്ന് കാല് കഴിക്കുന്നെന്ന്. അയ്യോ, നിന്ന് കാല് കഴിച്ചേക്ക് വാ, നമുക്ക് നടക്കാം. സ്വാതന്ത്ര്യദിനോട് നമുക്ക് പുറത്തു പോകണ്ടേ? അതിനുവേണ്ടിയല്ലേ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞാൻ കഷ്ടപ്പെട്ട് ഗേറ്റ് ഒക്കെ ഞാൻ തന്നെ പൂട്ടി വെച്ചേക്കണേ. എന്താ? ഒന്നുമില്ല സജീന, നമ്മളിങ്ങനെ മറ്റേ വന്നപ്പോ പോയപ്പോ കണ്ടതാ. ഇല്ല, കുഴപ്പമില്ല. ഈ ചേട്ടനകത്തെ ചേട്ടൻ അടച്ചു അവനെന്താ നമ്മുടെ പറമ്പ് കാര്യം? പറമ്പല്ലേ അമ്മൂമ്മ, വന്ന് നടന്നിട്ട് പോട്ടെ, നമുക്കെന്താ പ്രശ്നമില്ലേ? സത്യം പറടാ, നീ വീട് ആർക്കെങ്കിലും വിറ്റാ? അയ്യോ, അത് ഞാൻ മാത്രം വിചാരിച്ച നടക്കൂ. അത് നമ്മുടെ ചേട്ടായി. നമ്മളെന്തിനാ ഇവിടെ നിക്കണം? നമുക്ക് അങ്ങോട്ടും പോവാലോ. ഒരു കാര്യം ചെയ്യാം, മെർലിനെ, നമുക്ക് മെർലിന്റെ വീട്ടിൽ പോവാം. കുറെ നാളായിട്ട് അവരെല്ലാരും പറഞ്ഞു മെർലിന്റെ മമ്മിയെ കാണണം, വായിച്ചു പോവാ. ചെന്ന് കേറിക്കോട്, ഡാഡി ഉണ്ട് അവിടെ. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, കഥ തുറന്നാണതിലേക്ക്. കഥ അത് എങ്ങനെ തുറക്കാൻ പറ്റില്ല? വണ്ടിയൊക്കെ കിടക്കുന്നേ. എല്ലാരും കൂടെ എവിടെ പോണ്? ഒരു ജാതകമുള്ള ആളുണ്ടല്ലോ. ഞങ്ങൾക്ക് വീട്ടിൽ പോണ്ടായോ? കേശു, കാണാൻ പറ്റില്ല. എങ്ങോട്ട് പോണ്? വീട്ടിൽ കയറട്ടെ. ഇപ്പൊ അകത്തോട്ട് കയറാൻ പറ്റൂല. അത് പറയാ നീ ആരാ? ഒരു മിനിറ്റ്, ഞാൻ സജി, പ്രൊഡക്ഷൻ കൺട്രോളർ സജി. 2 ഫോണുണ്ട്. കണ്ട്രാക്കൊക്കെ നിന്റെ വീട്ടിലെ. ഇതേ ഞങ്ങൾ വിലക്ക് മേടിച്ച വീടാ.